ഞങ്ങളെ യാത്രയുടെ ലാസ്റ്റ് ഡേ ആണത്. തഞ്ചാവൂർ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സേലത്ത് പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ആയിരം ശിവലിംഗ ക്ഷേത്രമൊക്കെ കണ്ട് ഇനി എൻ്റെ കോളേജ് നിൽക്കുന്ന വട്ടമലയിലാണുള്ളത്. ഇതാണ് വട്ടമല. ഇവിടെയൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് വട്ടം കറങ്ങി നടന്ന സ്ഥലമാണ്. ഇവിടെ ഒരു കണിയൂർ മെസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇന്നത് ഓപ്പൺ അല്ല, ഞങ്ങൾ ഞായറാഴ്ചയാണ് ചെന്നത്, അതുകൊണ്ടാണ്. പുള്ളിയായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു ഇവിടെ പഠിച്ചിരുന്ന കാലത്ത്. അടിപൊളി ഫുഡ്, അവിടുത്തെ ദോശയും പരിപാടികളൊക്കെ അടിപൊളിയാണ്. പിന്നെ ചോറും അടിപൊളിയാണ്. പിന്നെ ഇത് ഞങ്ങൾ കോളേജിൻ്റെ താഴ്ഭാഗം, ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെയൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ സ്ഥലമായിരുന്നു. ഇത് നമ്മളെ ഫ്രണ്ട്സൊക്കെ പണ്ട് താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഈ കോംപ്ലക്സ്. എൻ്റെ കോളേജിൻ്റെ പേര് JKK നടരാജ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. ഞങ്ങളെ കോളേജിൻ്റെ അകത്ത് തന്നെ ഒരു 4-5 കോളേജുകൾ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. ഡെൻ്റൽ കോളേജ് ഉണ്ട്, BDS ഒക്കെ പഠിപ്പിക്കുന്ന ഡെൻ്റൽ കോളേജ് ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, MBA കോളേജ് ഉണ്ട്, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്, ഫാർമസി കോളേജ് ഉണ്ട്, നേഴ്സിംഗ് കോളേജ് ഉണ്ട്. മൊത്തം 6 കോളേജുകളുള്ളൊരു വലിയ കോംപ്ലക്സ് ആണത്. ഇതാണ് ഞങ്ങളെ കോളേജിൻ്റെ ഗേറ്റ്. ആക്ച്വലി ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് അത് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവരെല്ലാം കൂടി പെയിൻ്റ് അടിച്ച് അങ്ങ് അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു, പക്ഷേ അകത്തേ കയറാൻ പറ്റത്തില്ല. ഈ വീക്ക് ഓഫ് ഡേ ആയതുകൊണ്ട്, പിന്നെ അകത്ത് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ വിസിറ്റേഴ്സിന് അങ്ങനെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ. ജസ്റ്റ് ഞങ്ങൾ പുറത്ത് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ 4 കൊല്ലം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. ആക്ച്വലി എനിക്ക് മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയം സിനിമയുടെ ക്ലൈമാക്സിലുള്ള കുറച്ച് ബീറ്റ്സ് ഇല്ലേ, അതായത് കല്യാണം കൊണ്ട് കോളേജ് കാണിക്കാൻ പോകുന്ന അതുപോലത്തെ ഒരു ഫീലായിരുന്നു. ഇത് ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ATM ഉണ്ട്. അപ്പം ബോട്ടിൽ കിടക്കാൻ തോന്നും. പിന്നെ ഈ ഒരു ഏരിയക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഞങ്ങളൊന്ന് പഠിക്കുന്ന കാലത്ത് കുറേ എന്താ പറയുക, നമ്മളെല്ലാ വിക്രിയകളൊന്നും നടത്തിയിരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അകത്ത് ഗേൾസ് ഹോസ്റ്റലുണ്ട്, പുറത്ത് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ അവർക്ക് ഫുഡ് കാര്യങ്ങൾ, അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും കോളേജിൻ്റെ അകത്തേക്ക് ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ല. ഒന്നാമത് ഹോസ്റ്റലിലെ ഫുഡ് വേസ്റ്റ് ആയി പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ ഇവിടുന്ന് പാക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവരത് ഷോൾ കൊണ്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു ഇവിടുന്ന്. ഈ ഗേറ്റൊക്കെ അതിൻ്റെ മെയിൻ ഏരിയ ആയിരുന്നു. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പിടിക്കും കേട്ടോ. സെക്യൂരിറ്റി കാണാതെ രാത്രിയാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ റോഡിന് അധികം ആരും പോകത്തില്ല. കാരണം വെച്ചാൽ സീനിയേഴ്സ് ഉണ്ടാവും, ഫസ്റ്റ് ഇയർ കഴിയുന്നവരെ. ഈ സീനിയേഴ്സ് പറഞ്ഞാൽ വെറും അലമ്പന്മാരാണ്. അതായത് ഞങ്ങൾ തൊട്ട് മുകളിലുള്ള സീനിയേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഇമാതിരി ശല്യങ്ങൾ വേറെ ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് പേര് അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവില്ല, കുറച്ച് പേര് അടിപൊളി. പിന്നെ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള 3rd ഇയേഴ്സ് 4th ഇയേഴ്സിനെ കൊണ്ട് നമുക്ക് വലിയ ഉപദ്രവം ഉണ്ടായിരുന്നില്ല. 2nd ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഭയങ്കര ശല്യമായിരുന്നു. കുറേ എണ്ണന്മാരുണ്ടായിരുന്നു രാത്രി ഹോസ്റ്റലിൽ വരിക, പൈസ വയ്ക്കുക. അതായത് ഉമ്മാർക്ക് വെള്ളമടിക്കാനും സിഗരറ്റ് വലിക്കാനും അലമ്പ് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഒന്നാമതൊക്കെ നല്ല വെൽ സെറ്റിൽഡ് ആയുള്ള ഫാമിലിയിൽ നിന്നൊക്കെ വന്ന പിള്ളേരാണ്. പക്ഷേ ഇവിടെ വന്നിങ്ങനെ ഇറക്കുക, നമ്മളെ റൂമിൽ ഒരു ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചുകൊണ്ട് പോവുക. അങ്ങനത്തെ ഭയങ്കര അലമ്പ് പരിപാടികളായിരുന്നു അവർ കാണിക്കില്ല ആ സമയത്തൊക്കെ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ അന്ന് നമ്മളടുത്ത് അധികം എമൗണ്ടൊന്നും കയ്യിൽ കാണത്തില്ലല്ലോ. ഇത് നമ്മളെ കയ്യിലുള്ള പൈസ ഒന്നിച്ച് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടി. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത്. ഭയങ്കര റാഗിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു.
ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ശരിക്കും പിള്ളേർ അടി മേടിക്കും. ശരിക്കും ഞങ്ങളുടെ ബാച്ചിലൊക്കെ 10-20 പേര് 10-30 ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പെരുമാറിയാൽ തീരാവുന്നൊക്കെ ഉള്ളൂ. പക്ഷേ അന്ന് നമ്മളുടെ പ്രായവും നമുക്ക് പേടി, നമ്മളെ പരിചയ സ്ഥലത്തൊക്കെ എത്തിപ്പെടുമ്പോൾ ഒരു സെക്യൂരിറ്റി നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പേടിയും കാര്യങ്ങളൊക്കെ. അതിനെ മുതലെടുത്തിട്ടാണ് ഇവരൊക്കെ അന്ന് ജീവിച്ചിരുന്നത്. കുറേ പേരുണ്ട് അങ്ങനെ പൈസയൊക്കെ മേടിച്ച് അലമ്പ് കളിച്ച് നടക്കുന്നത്. ഞാൻ ആക്ച്വലി സെക്കൻഡ് ഇയറൊക്കെ ആയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജൂനിയേഴ്സിൻ്റെ അടുത്തു എന്താ പറയുക, ഒരു മോശപ്പെട്ട സംസാരിച്ചിട്ടില്ല. ഞാൻ എന്താ പറയുക, നമ്മളെ അനിയന്മാരെ പോലെ അല്ലെങ്കിൽ അനിയത്തിമാരെ പോലെ കെയർ ചെയ്ത് നമ്മളെക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സഹായം ചെയ്ത് തരുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലൊക്കെ. പക്ഷെ അവർക്കും കൂടി ഇവർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളാരും സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ മെക്കിട്ട് കയറാൻ വേണ്ടി പോകുക. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉള്ളൊരു എന്താ പറയുക ഫസ്റ്റ് ഇയർ ആയിരുന്നു അവിടെ. അങ്ങനെ ഞാൻ സ്വതവേ അങ്ങനെ എന്താ പറയുക ഇത്തരം ആക്ടിവിറ്റീനോടൊന്നും അത്ര സഹകരിക്കാനോ അല്ലെങ്കിൽ അതിനെ അത്ര എൻകറേജ് ചെയ്യുന്നൊരു കൂട്ടത്തിലായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ജീവിതം. പിന്നെ ഇതാണ് ഹോസ്റ്റൽ, ഈ ഇടതുഭാഗത്തുള്ള ഹോസ്റ്റൽ അടിപൊളിയാണ്. ഹോസ്റ്റലിൽ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് 2 സീനിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ 2 റൂമുകളിലായിരുന്നു ഞങ്ങൾ മലയാളി പിള്ളേർ ഫസ്റ്റ് ഇയർ ബാച്ചിലുണ്ടായിരുന്നു. ഒരു റൂം മൊത്തം BDS ആയിട്ട്, ഒരു റൂം ഞങ്ങൾ എഞ്ചിനീയറിംഗ് 5 പേര്. അങ്ങനെ ഹോസ്റ്റൽ ഞങ്ങൾക്കൊരു BDS ചേട്ടനുണ്ട്, സജിത്ത് എന്ന് പറഞ്ഞിട്ട്. പുള്ളി വൈബായിരുന്നു. അതായത് ഞങ്ങൾ ഹോസ്റ്റലിൽ നമ്മൾ ആദ്യം പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു രൂപമൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നമ്മൾ പുറത്തുനിന്ന് ഇവരെല്ലാവരും ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഈ അകത്ത് പുള്ളി ഒരു പാവമാണെങ്കിലും പുള്ളിനെ കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. പുള്ളി നമ്മളത്തെ നല്ല കമ്പനിയായിട്ട്, ഞങ്ങളവിടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നിടത്തോളം കാലം പുള്ളി നമുക്ക് ഭയങ്കര ഉപകാരിയായിരുന്നു. പിന്നെ നമ്മളായിട്ട് ഭയങ്കര കൂട്ടുമായിരുന്നു. പക്ഷെ വേറൊരു പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വിഷ്ണു ശശിധരൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഭയങ്കര സീനാണ്. പുള്ളി നമ്മളെ വന്നിങ്ങനെ ചുമ്മാ വലിപ്പിക്കും. പിന്നെ അന്ന് പുറത്തുനിന്നുള്ള വള്ളിയെല്ലാം പിടിച്ചുകൊണ്ട് വരും. പിന്നെ അവരെ ക്ലാസ്മേറ്റ്സൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ വള്ളികളുണ്ടായിരുന്നു പുള്ളിയെ കൊണ്ട്. ഇപ്പൊക്കെ എവിടെയാവും. പിന്നെ ഈ ഞങ്ങളെ ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിന് ഓപ്പോസിറ്റ് ഒരു ടീച്ചേഴ്സ് കോളനി ഉണ്ട്. ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ പേരിലൊക്കെ കിടക്കുന്ന ഒരു കോളനിയാണ്. ആദ്യത്തെ ഒരു 8 മാസത്തെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷം പിന്നെ താമസമൊക്കെ ഈ ടീച്ചേഴ്സ് കോളനി. അപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ചേട്ടനുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ടാണ് രവിച്ചേട്ടൻ. പുള്ളി അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പുള്ളി തേടിയതാണ്. അപ്പോൾ ഞാൻ അന്ന് പുള്ളിയുടെ റൂമിൽ ഒക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ തൊട്ട് മുകളിലുള്ള സീനിയേഴ്സായിട്ട് ഞാൻ തീരെ വെക്കത്തില്ല. കാരണം അവർ പറയുന്ന ഈ ഒരു കോപ്രായത്തിനൊന്നും നിൽക്കാനുള്ളൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ സൈഡിലൊക്കെ ഉമ്മരെ താമസിക്കുന്നത്, ഉമ്മ ചൊറിയാൻ വരും. നമ്മൾ മറുപടിയും പറയും. പിന്നെ ഞാൻ തേർഡ് ഇയേഴ്സിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഈ സെക്കൻഡ് ഇയേഴ്സിന് എന്താ പറയുക, നമ്മളവരെ കൂടെ നടക്കുമ്പോൾ ഇവർ ചുമ്മാ വന്നിട്ട് അങ്ങനെ ചൊറിയാനും മാതാനും വരത്തില്ല. കാരണം ഇവർക്ക് തേർഡ് ഇയേഴ്സിനെ വെച്ച് പേടിയാണ്. കാരണം എന്തെങ്കിലും ഒരു കുളത്ത് കിട്ടാൻ കാത്തിക്കാണ് തേർഡ് ഇയേഴ്സ് ഇവർക്ക് കിട്ടും മേടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു ആ കാലത്ത്. കാരണം അടിയായിരുന്നു മേടിക്കുന്നത് അവരുടെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ തേർഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സൊക്കെ ഒരു കമ്പനിയായി. നമ്മൾ പിന്നെ ആ ഒരു വൈബ് പിടിച്ചങ്ങ് പോയി. കാരണം നമ്മളെ അടുത്ത് ചോദിക്കാൻ വന്നാൽ ഇവന്മാർ ഒരു തേർഡ് ഇയേഴ്സ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അവരൊക്കെ ഭയങ്കര ഡീസൻറ്റ് പിള്ളേരായിട്ട്, കൂടുതലും വെള്ളടി പരിപാടികളൊന്നും ഇല്ലാതെ പഠിച്ച് പോവുക, അല്ലെങ്കിൽ ഭയങ്കര ജെനുവിനായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു തേർഡ് ഇയേഴ്സും. ഫോർത്ത് ഇയേഴ്സിൽ ഒരു 90% ആൾക്കാരും. അതിൽ മൂസിൽ നിന്ന് തന്നെ പുള്ളി കണ്ടായിരുന്നു. പുള്ളി വെച്ച് ആലമ്പായിരുന്നു കേട്ടോ. പുള്ളി എന്നെ ഒരുപാട് തവണ സ്വീപ്പാക്കിയിട്ടുണ്ട്. പുള്ളി കോഴിക്കോട്ടുകാരനും കൂടിയാണ് പറയും. അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ താമസിച്ച വീട്. ഇത് ആക്ച്വലി രവിത്താരനൊക്കെ അന്ന് റെൻറ്റിനെടുത്ത വീടായിരുന്നു. പിന്നെ ഞാൻ അവിടെ താമസാക്കി. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ജൂനിയേഴ്സ് പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണു എന്നിട്ട്. ഞങ്ങളെല്ലാവരും കൂടി ഞാൻ അടിച്ച് പൊളിച്ച് ഒരു 3 വർഷത്തോളം ഈ വീട്ടിൽ താമസിച്ചത്. ഞാൻ പോയതിന് ശേഷം അവർ ഒരു കൊല്ലം കൂടി താമസിച്ച് പിന്നെ അവരത് റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഒരു ആംബിയൻസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ, കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗുണ്ടച്ചേട്ടൻ ഉണ്ടായിരുന്നു. സോ ഒരു കുമാരൻ എന്ന് പറഞ്ഞു, പുള്ളിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കുറേ നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോളേജ് കാലത്ത്. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് ഇവിടുത്തെ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ പിന്നെ നേരെ ഈറോഡ് അടിച്ചു. ഈറോഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ളൊരു കാളയുടെ വിഗ്രഹത്ത്, കാളയുടെ ഒരു പ്രതിമ. ഇതൊരു ഐക്കോണിക് സാധനമായിരുന്നു ഈറോഡത്തെ. ഇനി രാത്രി 10:30 ഞങ്ങൾക്ക് കോഴിക്കോടേക്കുള്ള ട്രെയിന്. അപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റിലെ വൃന്ദാവൻ ഹോട്ടലിന് എന്നും നാട്ടിലേക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കുന്ന പോലെ ഇന്നും ഞങ്ങൾ കയറി. ഇവിടെ ചേർന്നിട്ട് മലയാളീസിൻ്റെ ഹോട്ടലുണ്ട്, സവേര എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് വന്നു. പിന്നെ ഇവിടെ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ട്രെയിൻ വരണമെങ്കിൽ പിന്നെ ഞങ്ങൾ ഏതാണ്ട് 7 മണിയൊക്കെ ആകുമ്പോൾ വന്നത്. അപ്പം റൂമിൽ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ ട്രെയിൻ എടുക്കാൻ നേരത്തെ സ്റ്റേഷനിലേക്ക് പോയത്. അങ്ങനെ ഇതാണ് നമ്മളെ തഞ്ചാവൂർ സേലം ഈറോഡ് യാത്ര. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പുതിയ യാത്രയുമായിട്ട് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം.